قال لا تخافا إنني معكما أسمع وأرى. അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ജബ്ബാറിൻ്റെ 27ാമത്തെ പാർട്ടിലാണ് എത്തിയിരിക്കുന്നത്. ഖുർആൻ പഠന പരമ്പര ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം നടത്തി വരുന്ന ഒരു പഠന ക്ലാസ് ആയിട്ടാണ് ഇദ്ദേഹം ഇതിനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാൻസും അത് അങ്ങനെ തന്നെയാണ് കാണുന്നത്. എന്തായാലും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഓരോ പാർട്ടുകളായിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഗുരുതരമായിട്ട് ഇദ്ദേഹം ഉന്നയിക്കുന്ന ചില വാദങ്ങൾ മാത്രം നമ്മൾ എടുത്ത് അതിനുള്ള മറുപടി മാത്രമാണ് പറഞ്ഞു പോകുന്നത്. എന്തായാലും ഇദ്ദേഹത്തെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ അദ്ദേഹം വരേണ്ടതാണ്. ഇന്ന് അദ്ദേഹത്തിനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം. എന്തായാലും നമുക്ക് ഈ പ്രാവശ്യത്തെ ഇദ്ദേഹത്തിൻ്റെ എന്താണ് വിമർശനം എന്ന് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനേക്കാളും വലിയ കോമഡിയാണ്. സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതും തന്നെയാണ് സത്യം. എന്താണ് ഈ സാക്ഷി, എന്താണ് ഈ സാക്ഷീകരിക്കപ്പെടുന്നത്? ആർക്കും ഒരു പിടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. മുഫസ്സിറുകൾ എന്താണത് എന്നതിനെക്കുറിച്ച് അഭിപ്രായം പോലും പറയാതെ അതൊക്കെ അള്ളാഹ്ക്ക് അറിയും എന്ന് പറഞ്ഞ് സ്കിപ്പ് ചെയ്ത് പോയിരിക്കുകയാണ് പലരും. അപ്പോൾ ഈ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളുടെ അവസ്ഥയാണിത്. ഈ 3 വാക്യങ്ങളിൽ എന്താണ് പറയുന്നത് എന്നും എന്താണ് അതിൻ്റെ അർത്ഥമെന്നും ആർക്കും ഒരു പിടിയും കിട്ടില്ല. അള്ളാഹു എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യണം. പതിവ് പോലെ ഈ സത്യം ചെയ്യൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് തീരെ ഒന്നും അറിയില്ല എന്നുള്ളതിന് ഒരുപാട് വ്യക്തമായ തെളിവുകൾ ഞാൻ കൃത്യമായിട്ട് തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇദ്ദേഹം ഏത് തഫ്സീറാണ് എടുത്ത് നോക്കുന്നത് എന്ന് പോലും അറിയില്ല. അല്ലെങ്കിൽ ഖുർആൻ്റെ മലയാള പരിഭാഷ മാത്രമാണ് എടുത്ത് നോക്കുന്നത്. ഇയാൾ ഏതൊക്കെ തഫ്സീർ എടുത്ത് നോക്കുന്നുണ്ട്, പക്ഷേ എന്നിട്ടും കളവ് മാത്രമാണ് പറയുന്നത്. ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞ് ഫലിപ്പിക്കണം. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അത് ഇദ്ദേഹം തുടർന്നു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൃത്യമായിട്ട് ഈ പറഞ്ഞത് ഇദ്ദേഹത്തിന് എന്തായാലും ഇൻഷാ അല്ലാഹ് മരണാനന്തരം ഇദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെടും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. എന്തായാലും നമുക്ക് ആ ആയത്തൊന്ന് പരിശോധിക്കാം. ഇവിടെ കൃത്യമായിട്ട് സൂറത്ത് ബുറൂജ് 85ാമത്തെ സൂറത്തിലെ വസമാഹിദാത്തിൽ ബുറൂജ്, നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. അപ്പോൾ നമുക്കറിയാം ഗാലക്സികളെ പറ്റിയിട്ട്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. പിന്നീട് വഷാഹിദും വ മഷ്ഊദ്, അതായത് സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യം. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഇത് മുഫസ്സിറുകൾക്ക് ഒന്നും ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഏത് മുഫസ്സിറിന് മനസ്സിലായില്ല എന്നാണ് ഇത് പറയുന്നത്. അതൊന്ന് കാണിക്കണ്ടെന്നാൽ ഇദ്ദേഹം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണ്ട കാര്യങ്ങൾ സംസാരിക്കുക. ഏത് മുഫസ്സിറിനാണ് കാര്യം മനസ്സിലായില്ലെന്ന് പറഞ്ഞത്? നമുക്ക് ഇപ്പോൾ മലയാളത്തിൽ തന്നെ ലഭ്യമായ ഇതുണ്ട് നമുക്ക് തഫ്സീറുകൾ. ഇപ്പോൾ ഉദാഹരണത്തിന് അമാനിയുടെ തഫ്സീർ, അതേപോലെ മൗദൂദീൻ്റെ തഫ്സീറുണ്ട്. ഇപ്പോൾ അടുത്ത് ഉബൈദ് സാഹിബിൻ്റെ തഫ്സീറുണ്ട്. മുഹസിൻ അദീദിൻ്റെ തഫ്സീർ കിട്ടാനുണ്ട് മലയാളത്തിൽ മാത്രം. പിന്നെ ഇംഗ്ലീഷിലും അറബിയിലൊക്കെ ഉള്ളതാണെങ്കിൽ ഇബ്നു കസീറിൻ്റെ ഉണ്ട്, അതേപോലെ ജലാലൈനിൻ്റെ ഉണ്ട്, അതേപോലെ തബരീൻ്റെ ഉണ്ട്, ഖുർത്തുബീൻ്റെ ഉണ്ട്. അങ്ങനെ ഒരുപാട് തഫ്സീറുകളുണ്ട്, സുയൂത്തീൻ്റെ, അങ്ങനെ ഒരുപാട് തഫ്സീറുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷെ ഇത് ഏത് തഫ്സീറിലാണ് ഇയാൾ പറയുന്നത് ആർക്കും മനസ്സിലായില്ല എന്ന്? എല്ലാ തഫ്സീറിലും കൃത്യമായിട്ട് അതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിശദീകരണത്തിലേ ഒന്ന് പരിശോധിക്കാം. എന്താണ് ഇവിടെ സാക്ഷിയും സാക്ഷീകരിക്കപ്പെടുന്നതിനും പറ്റിയിട്ട് പറയുന്നത്? ഇപ്പോൾ ഈ സാക്ഷ്യത്തെ പറ്റിയിട്ട് തന്നെ നമുക്ക് ഖുർആനിൽ തന്നെ സൂറത്ത് നിസായിലെ ഒരു വചനം കാണാം. തആല പറയുന്നത്, എന്നാൽ ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം കൊണ്ടുവരികയും ഇക്കൂട്ടർക്കെതിരിൽ നിന്നെ നാം സാക്ഷിയായി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇത് അന്ത്യദിനത്തിനെ കുറിച്ചാണ് പറയുന്നത്. അന്ത്യദിനത്തിൽ പ്രതിഫല നാളിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അന്ന് സാക്ഷ്യം വഹിക്കുന്ന ആളുകളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. നമുക്ക് വേറൊരു ആയത്ത് കൂടി പരിശോധിക്കാം. ഇത് സൂറത്ത് യാസീനിലെ വചനമാണ്, 65ാമത്തെ വചനം. അന്ന് നാം അവരുടെ വായ്കൾക്കു മുദ്ര വയ്ക്കുന്നതും അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുന്നതും അവർ പ്രവർത്തിച്ചതിനെ പറ്റി അവരുടെ കാലുകൾ സാക്ഷ്യം വഹിക്കുന്നതുമാണ്. നമ്മൾക്കെതിരെ തന്നെ സാക്ഷ്യം വഹിക്കും. അതേപോലെ തന്നെ നമ്മളുടെ കൈകളും നമ്മുടെ കാലുകളും എല്ലാം നമ്മൾക്കെതിരെ, നമ്മൾ എവിടെ പോയി, നമ്മൾ എന്ത് ചെയ്തു, കണ്ണുകൾ എന്ത് കണ്ടു, ഇതൊക്കെ നമ്മുടെ അവയവങ്ങൾ തന്നെ സാക്ഷ്യം വഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ
എല്ലാ സാക്ഷ്യത്തിനെ കുറിച്ചാണ് ഇവിടെ മൊത്തത്തിൽ ഈ ഒരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വശാഹിദുൻ മഷ്ഹൂദ് എന്ന് പറഞ്ഞാൽ ഇത് സൂറത്ത് ബഖറയിലെ 143-ാമത്തെ വചനം. അപ്രകാരം നാം നിങ്ങളെ ഒരു ഉത്തമ സമുദായമാക്കിയിരിക്കുന്നു. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കുവാനും വേണ്ടി. അങ്ങനെ ഈ ഒരു സാക്ഷ്യം എന്നുള്ളത് നാളെ പരലോകത്ത് വെച്ചിട്ടുള്ള ഒരു സാക്ഷ്യത്തെക്കുറിച്ചാണ് ഇവിടെ മൊത്തത്തിൽ പറയുന്നത്. ഇത് എല്ലാ തഫ്സീറിലും എല്ലാ മുഫസ്സിറുകളും ഈ കാര്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖുർആനെ പഠിക്കേണ്ടത് ആദ്യം ഖുർആനിലൊരു വചനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സിമിലറായിട്ട് വരുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് വചനങ്ങൾ ഖുർആനിൽ തന്നെ ഉണ്ടാവും. അതാണ് ഖുർആൻ്റെ ആദ്യത്തെ തഫ്സീർ ഖുർആൻ തന്നെയാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അതിനെ വിശദീകരിച്ചത്. അത് വഹയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇതാണ് വലിയ സംഭവമാക്കിയിട്ട് ഇത് ഒരുപാട് സത്യം പറയുന്നത് ഒരു ഇത് അർത്ഥമില്ല, ആർക്കും അറിയില്ല. ഇത് ആർക്കും അറിയില്ല എന്ന് ഇയാൾക്ക് അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. ഇയാൾക്ക് ആ വിഷയത്തിൽ അറിവില്ലാത്തൊരു വിഷയത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ അത് അറിവുള്ളവരോട് ചോദിക്കുക, അതല്ലേ വേണ്ടത്. നമ്മളിപ്പോൾ ഒരു ഡോക്ടറല്ല ഒരു ആശാരി പോയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? അയാൾ ഉള്ളി ഇതൊക്കെ ആയിട്ട് പോയിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ നിന്നാൽ എന്താവും? ആൾ മരിച്ചു പോവും. അതേപോലെ തന്നെ ഒരു മുറിവൈദ്യനാണ് ഇയാൾ. എന്തൊക്കെ ഇവിടെ നിന്നൊക്കെ വായിച്ച ഒരു അറിവുണ്ട് എന്നുള്ളത് കരുതിയിട്ട് ഖുർആൻ പഠന പരമ്പര ക്ലാസ് എന്നൊക്കെ എടുക്കാനൊക്കെ അത് ഈ അറിവൊന്നും പോരാ മിസ്റ്റർ ജബ്ബാർ. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. എന്തായാലും ആളുകൾക്ക് മനസ്സിലാവട്ടെ ഇയാളുടെ ഈ പൊള്ളത്തരങ്ങളൊക്കെ. എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ. ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഈ പ്രഭയെ കെടുത്താൻ കഴിയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നാളെ നിങ്ങൾക്കെതിരെ നിങ്ങൾ തന്നെ സാക്ഷ്യം വഹിക്കും എന്ന ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായിക്കോട്ടെ. ഞാൻ നിർത്തുകയാണ്. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.